അപ്പച്ച ഉണ്ട് അപ്പച്ച കട്ടൻ കാപ്പി. നല്ല കടുപ്പത്തിലല്ലയോ പെണ്ണേ? ആന്നപ്പച്ച. അപ്പച്ചൻ പറഞ്ഞ കൂട്ട് പൊടിക്ക് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട്. പനി വരുന്നതിന്റെ കൂട്ട് നെഞ്ചിനകത്തൊക്കെയും പിങ്ങല, തലയ്ക്ക് വേദനയുണ്ട്. പുറത്ത് ചൂടൊന്നുമില്ല, ചിലപ്പോ ഉള്ളി പനി കാണും, അതാ. പെണ്ണേ, കൊച്ചിനില്ലയോടി? എന്തോ എടുക്കുവാ? രാജമോൻ അകത്താ അപ്പച്ച, അകത്ത് കട്ടിലേ കിടന്ന് ഉറങ്ങുന്നു. അന്തിക്ക് കിടന്നുറങ്ങുന്ന എരണക്കേടാ. പെണ്ണേ, എന്തോ? മാത്തൂട്ടി കെട്ടുമുടക്കുന്ന എഴുത്തെഴുതാനെ കൊണ്ട് പനച്ചക്കിലെ വാദ്യാരടുത്ത് പോയേച്ചും വന്നോടി. ഇല്ല അപ്പച്ച, കീവറീച്ചവനായിട്ട് പോവെന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. താമസിച്ചാ കൊള്ളാവോ? അതങ്ങ് കൊടുത്തു വിടണ്ടായോ? ഇവിടുത്തെ ആളാണ്ട് വന്നപ്പച്ച. കീവറിയതില്ലയോടാ? ഉണ്ടായിരുന്നപ്പച്ച. പനച്ചേക്കിലെ വർഗീസാന്റെ അങ്ങൊന്ന് നേരെ എള്ളുപറമ്പത്തോട്ട് പോയി. കുഞ്ഞുമറിയ ചായക്ക് വലിവ് കൂടിയെന്ന് സണ്ണി വന്ന് പറയുകയും ചെയ്ത്. അത് ഈ പറഞ്ഞ കൂട്ട് വല്ല ഒഴിവും ഉണ്ടോ? അപ്പാ, എഴുത്തെഴുതി കിട്ടി. ഇനി ഇത് കൊണ്ട കൊടുക്കുന്ന ആരാന്നാ? ബേബിയെ വിടാന്ന് വെച്ചാ അവന് ചെല്ലാൻ കുറച്ചിലാന്ന് പറഞ്ഞ്. അവൻ പറയുന്നതിൽ നേരുണ്ട്. അവനല്ലയോ ചെറുക്കൻ്റെ കൂടെ പെണ്ണിനെ കാണാൻ പോയേ. ഇനിയിപ്പോഴും ഞാൻ നോക്കിയിട്ട് കുഞ്ഞപ്പിയേ ഉള്ളൂ. അവനാവുമ്പോഴ് ഉള്ള കാര്യം മുന്നിക്ക് നോക്കിക്കൊണ്ട് പറയുകയും ചെയ്യും. കെട്ടുറയ്ക്കുന്ന ഇപ്പറഞ്ഞു കൂട്ട് വലിയ പാടാ. ഉറച്ച കെട്ട് മുറിക്കുന്ന അതിനേക്കാ പാട്. പക്ഷേ മുറിച്ചല്ല പറ്റത്തുള്ളൂ. എഴുത്തൊന്ന് വായിച്ചടാ. സർവശക്തന്റെ കൃപയിൽ പുത്തനാറ്റുകര ഇടവകയിൽ ചെല്ലക്കാട്ട് പടിയിറ്റതിൽ അന്തരിച്ചുപോയ ശ്രീമാൻ മാത്തന്റെ ഭാര്യ ശ്രീമതി മറിയാമ്മ മാത്തൻ അറിയാൻ വേണ്ടി പനച്ചമൂട്ടിൽ മേലാഴത്ത് വീട്ടിൽ കുഞ്ഞിനയനാൻ മകൻ മാത്യു നയനാൻ എഴുതുന്നത്. ഇക്കഴിഞ്ഞ ചിങ്ങത്തിൽ നിങ്ങളുടെ മകൾ ശാന്തമ്മയ്ക്ക് വേണ്ടി എൻ്റെ മകൻ രാജൻ മാത്യുവിനെ വിവാഹം ആലോചിച്ചിരുന്നുവല്ലോ. അതനുസരിച്ച് തുലാത്തിൽ 10-ാം തീയതിക്ക് പുത്തനാറ്റുകരയിൽ പെണ്ണിന്റെ ഉപ്പാപ്പന്മാരും ഇണങ്ങരും ചേർന്ന് മേലാഴത്ത് വീട്ടിൽ വരികയും വിവാഹം ഉറക്കുകയും ചെയ്തിരുന്നതുമാണ്. ബാക്കി വായിക്കേ. മേൽപ്പറഞ്ഞ ദിവസം വിവാഹ തീയതി കുറിക്കുവാനും പള്ളിയിൽ കാര്യങ്ങൾ അറിയിക്കുവാനും ഇടവകയിൽ വിളിച്ചറിയിക്കുവാനും ഒരുക്കങ്ങൾക്കായി തീരുമാനിച്ചിരുന്നതുമാണ്. എന്നാൽ ആ വക കാര്യങ്ങൾ ഇനിയും മുന്നോട്ടേക്ക് നീങ്ങേണ്ടതില്ല എന്നറിയിക്കുവാനാണ് ഈ എഴുത്തെഴുതുന്നത്. എന്തുവാ, മുന്നോട്ട് നീക്കണ്ടെന്നോ? അന്നു അതുപോരാ. കെട്ടിന് നമ്മൾ ഒരുക്കമല്ലെന്ന് തീർത്ത് പറയണം. അപ്പാ, അങ്ങനെ എഴുതിയിട്ടുണ്ട്. അണ്ട കേട്ടോണ്ടാട്ടെ. വായിക്കേ. എന്തെന്നാൽ
വിവാഹത്തിന് ചെറുക്കനും വീട്ടുകാർക്കും ഇനിമേൽ സമ്മതമല്ല എന്നത് തന്നെ മേൽപ്പറഞ്ഞതിനുള്ള കാരണം തികച്ചും വ്യക്തിപരമാണ്. എന്തെന്നാൽ ചെറുക്കന് തന്റെ ജോലി സ്ഥലത്തേക്ക് ഉടൻ തിരിച്ചു പോകേണ്ടതായ ആവശ്യം വന്നിരിക്കുന്നു. പട്ടാളത്തിലെ ഉത്തരവാദിത്വമുള്ള ജോലിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ഒരു ജവാനാവുകയില്ലല്ലോ. ഇനിയും ഈ വിവാഹം തുടരാനായി ചെറുക്കൻ ജോലി സ്ഥലത്ത് നിന്നും തിരിച്ചെത്തും വരെയും കാത്തിരിക്കേണ്ടതുമില്ല. സർവശക്തനായ ദൈവത്തിന് നന്ദി എന്ന് മേലാഴത്ത് മാത്യു നൈനാൻ. ആ, നീ വന്നായിരുന്നു? ആ, വന്നേച്ചുച്ചര കഴിഞ്ഞ്. മാത്തോട്ടിയെ കുഞ്ഞപ്പിയെ വിളിച്ച് എഴുത്ത് കാലത്തെ തന്നെ കൊടുത്തു വിട്ടാട്ടെ. താമരയ്ക്കല്ലിനി. ഓ, കുഞ്ഞപ്പിയോട് വരാൻ പറഞ്ഞിട്ടുണ്ടപ്പാ. അപ്പാ എന്തേ, ഞാനൊന്ന് നോക്കട്ടെ. വായിച്ചില്ലയോ? തന്നാട്ടെ. കാലത്തെ കൊടുത്ത് അയക്കേണ്ടയാ. ഇത് അയക്കണ്ടപ്പാ. നമുക്ക് ഈ കല്യാണം തന്നെ പോരായോ? അല്ലേലും നമ്മളെന്തോ ഇതിനെ വല്ലവരും നോക്കുന്നേ. നമുക്ക് പെണ്ണ് നോക്കിയാ പോരായോ? അപ്പന്റെ വാക്കിനാ ഇവിടെ വില. അപ്പൻ പറയുന്ന കേട്ടാ മതി. ആ, നീ എഴുത്തി തന്നെ മതി വായിച്ചത്. അതല്ലയോ ഞാൻ അപ്പനോട് തന്നെ പറഞ്ഞേ. ഇത് അയക്കണ്ട. എരണക്കേടാന്നോടാ വിളിച്ചു പറയുന്നേ. ഉടനെ എഴുത്തിവിടെ. അല്ലേ നീ തീരുമാനമെടുത്ത് പഠിപ്പിക്കുവാന്നോ എഴുത്തു കൊടുക്കാൻ? ഇതിപ്പോ അപ്പ അയക്കാൻ പോകുന്നില്ല. എന്തവാ നീ പറഞ്ഞേ? ആണ്ടേ, ഈ കത്ത് അയക്കാൻ പോകുന്നില്ലെന്ന്. കഴിവക്കേട് കാണിക്കുന്നു. അപ്പന്നില്ല, എനിക്കൊന്ന് അറിയണമല്ലോ. നിനക്ക് അവളെ തന്നെ മതിയോടാ. അപ്പന്റെ വാക്കിനപ്പുറം നിനക്ക് അവളെ തന്നെ മതിയോന്ന്. അപ്പൻ എന്തോ അത്ര സംശയം? എനിക്ക് ഇഷ്ടമുള്ള പെണ്ണെ ഞാൻ കെട്ടും. കെട്ടുകൂടാ. ആ, കെട്ടുന്നല്ലയോ പറഞ്ഞേ? കഴിവറ മോനെ, കുട്ടുകാലി ഞാൻ തല്ലിയോടിക്കും. എരണക്കേട് വിളിച്ചു പറഞ്ഞു വെച്ച് നിന്ന് തിളയ്ക്കുന്നോടാ. എന്ത് വേണ നോക്കി പേടിപ്പിക്കണം. അല്ലേ ഇങ്ങനെ അടിക്കാൻ ഞാൻ എന്തോ ആഘോഷമേ? വല്ല മോട്ടിച്ചു പിടിച്ചു പറിച്ചു വന്നോ? നീ പിന്നെയും പെയ് തിറക്കു വന്നോ? ചെറുക്കനെ തല്ലാതെന്ന് ദേ അപ്പുറത്ത് വയ്ക്കോ. നെറിയില്ലായ്മയാണോടാ കാണിക്കുന്നേ? പിന്നെ അവൻ കഴിവക്കേട് വിളിച്ചു പറഞ്ഞ അപ്പ കേട്ടില്ലയോ? ചെറുക്കനൊരു അവിവേകം പറഞ്ഞെന്ന് വെച്ച് അവനെ തല്ലി കൊല്ലാൻ പോവാന്നോടാ. അല്ലേ പിള്ളേരെ അടിക്കുന്ന ഇങ്ങനെയാണോന്ന്? ഇറങ്ങി പൊയ്ക്കോണം. എന്നെ അനുസരിക്കത്തില്ലേ നീ? എനിക്കില്ല. പൊയ്ക്കോ, എവിടെയെങ്കിലും പൊയ്ക്കോണം. അല്ലേലും അപ്പ സമ്പാദിച്ചിരിക്കുന്നത് എനിക്ക് തരണ്ട. ഇതെന്റെ വല്യപ്പച്ചന്റെ വീടാ. എടാ, ഇത് നിനക്ക് ആരാടാ? പറയാൻ. എത്രയായാലും എന്തായാലും നിന്റെ അപ്പനായത്. അത് മറന്നു പോവല്ല. അത്രേ ഉള്ളു പറയാൻ. അപ്പൊ മക്കളടിക്കുന്ന ഇങ്ങനെയാണോ കൊച്ചമ്മേ? ഒരപ്പ മക്കളെ വിളിക്കുന്ന ചീത്തയാണോ എന്നെ വിളിച്ചേ? അപ്പന്റെ വാക്കാ ഇവിടെ വലുത്. അതിന് വയ്യെങ്കി ഇവിടത്തെ ചോറിന് വിലങ്ങണ്ട. പറഞ്ഞത് തന്നെ ഇനിയും പറയും. എന്താടാ നിനക്ക് കേൾക്കണോ? എനിക്ക് വയ്യാത്തത് അടിച്ച് ചെയ്യിക്കോ? എന്നാ അതും കാണട്ടെ. അടിക്കൂടാ, ചീത്തയും വിളിക്കും. വിളിക്കേണ്ടി വന്നാ വിളിച്ചല്ല പറ്റത്തുള്ളൂ. എന്ന് വെച്ച് നീ അപ്പന് വിധിക്കാറായോടാ. അപ്പന് നിന്ദിക്കുന്നവന് ദൈവം തരും ശിക്ഷ. അത് വാങ്ങിവെച്ചോ. ഈ വീട് എന്റെയാ. എന്റെ വീട് എന്റെ മോനാ. നീ പോടാ, പോവാൻ. അപ്പന്റെ വാക്കും അപ്പന്റെ വീടും. ചോറിന് വിലങ്ങി നിൽക്കാനെ കൊണ്ട് ഞാൻ വരുന്നില്ല. എനിക്ക് എന്റെ അമ്മച്ചിയുടെ വീടുണ്ട്. എന്റെ വാക്കിന് എനിക്ക് ജീവിക്കാനാവുമ്പോഴേ ഞാൻ വരാൻ കൊണ്ട്.
പേർക്കാൻ ഞാനും വാക്കിനപ്പനും. അയ്യോ രാജ, രാജമോനെ, എടാ നിക്ക്, രാജമോനെ. അപ്പച്ചാ, നിർത്തടി. പടിക്ക് പുറത്തു പോയ നീ പറ്റിയാന്നൊടി. മിണ്ടാതിരുന്നോണം. ഈ വീട്ടിൽ നീ ശബ്ദം കേട്ടേക്കല്. നീ ഒരുത്തിയായി ചെറുക്കനെ ചിത്താക്കിയേ നീ. പുകഞ്ഞ കൊള്ളി കുടിക്ക് പുറത്തുന്ന ന്യായം അല്ലേ? നാട്ടി മൊത്തത്തിലും ന്യായം തീരുമാനിക്കുന്നത് നമ്മളോട് ചോദിച്ചാ. നമ്മുടെ കുടിയിൽ തന്നെ നമ്മുടെ വാക്കിന് വിലങ്ങിയാലോ? ലോകം മാറിയില്ലയോ മാത്തൂട്ടി? നമ്മുടെ കൂട്ടാന്നോ നമ്മുടെ പിള്ളേര്? നമുക്കെന്തോ കുഴപ്പമെന്ന് പറഞ്ഞാലും ഒന്നുണ്ട്, അപ്പനെ വിലക്കിയിട്ടും വീഴ്ചിട്ടുമില്ല നമ്മളത് പഠിച്ചിട്ടില്ലെന്നേ. എന്തോ ചെയ്യാനാ, നമ്മൾ പഞ്ഞക്കാരായി പോയില്ലയോ? പഞ്ഞക്കാരായി പോയതിന് ചാവാൻ പറ്റുമോ? നെഞ്ഞത്തൂന്ന് ശ്വാസം വലിയുന്നവരെയും നമ്മൾ നടന്നല്ലേ പറ്റത്തുള്ളൂ. പിന്നെ പിള്ളേരെ ചൊല്ലുവിളിക്ക് നിർത്തണം, അതാ വേണ്ടേ. അല്ല ചുമ്മാ ഇരുന്ന് പറഞ്ഞേച്ചേ എന്തോ ചെയ്യാനാ? പിള്ളേരുടെ കാര്യം പറയാത്ത നല്ലത്. ചുമ്മാ ഇരുന്ന് തിന്നേച്ചും എല്ലിന് പിടിച്ചേക്കുക. നമ്മളെ നമ്മുടെ അപ്പൻ ഒരു നേരം ചുമ്മാ ഇരുത്തിയിട്ടുണ്ടോ? പറഞ്ഞ അലമ്പത്തരം പറയാന്ന് പറയും. ഒന്നീ കണ്ണിന്റെ കയറോ പിടിച്ചോണ്ട്, അല്ലേ തൂമ്പാക്കോ കൂന്താലിക്കോ മണ്ണിൽ പണിയെടുത്തോണ്ട്. ഇതൊന്നുമല്ലേ ഓലമടയ്ക്കോ തേങ്ങ ഉരിക്കോ ചെയ്യിക്കായിരുന്നു. പറയുമ്പോ എല്ലാത്തിനും വലിപ്പവാ. തൂമ്പാ ചുമന്നും കന്നിന്റെ കയറിന് പിടിച്ചും ഇപ്പോഴും കഴിയുന്നവരുണ്ട്, അതറിയത്തില്ലായിരിക്കും. എന്തു വർത്താനവാ കുഞ്ഞർക്കനച്ചൻ പറയുന്നേ? എനിക്ക് നല്ല നില വന്ന് കർത്താവിന്റെ കരുണ കൊണ്ടാ. അതിന് പേച്ച് പറഞ്ഞാച്ചും എന്തോർക്കാനാ? പറയുമ്പോൾ കർത്താവിന്റെ പേര് പറഞ്ഞാ മതി. അല്ലേ, അതറിയണമല്ലോ. എല്ലാവരും കൂടെ കൂടുമ്പോഴേ ഇച്ചായനുണ്ട് ഇമ്മാതിരി വർത്തമാനം. അപ്പനെല്ലാരെയും ഒന്നുപോലെ കണ്ടതെന്ന് ഞാൻ പറയത്തില്ല. എന്നിരുന്നാലും അപ്പന്റെ വാക്കാ എന്റെ വാക്ക്, അപ്പന്റെ സന്തോഷമാ എന്റെ സന്തോഷം. ഓ, ഇതായി ഒക്കാത്തെ. എന്തെങ്കിലും പറയാനെ കൊണ്ട് വന്നാ പഴയ പിടിച്ചെടുത്ത് പുറത്തിടും. ആ, എന്നാ അത് പറ. എനിക്ക് വേറെ പണിയുള്ളയാ. പറയാനുള്ളത് എന്തുവാന്ന് വെച്ചാ അത്, അതിന് എന്തുവാ പറ്റുന്നതെന്ന് വെച്ചാ അത്. അല്ലാതെ കുളവും മീനും എന്റേത്, പിന്നെ ചേറ് വേറെ എന്ന് പറഞ്ഞാലോ? അല്ലേ, കീവറിച്ചാനല്ലയോ വല്ലതും പറയണ്ടേ? അണ്ട നോയിക്കട്ടെ, തലേ കൈയും കൊടുത്തിരിക്കുക. ഞാൻ എന്തുവാ മാത്തൂട്ടി പറയണ്ടേ? എല്ലാരും കൂടെ ചേർന്നൊരു തീരുമാനമുണ്ട്, അതിന് ഞാനും ഉണ്ട്. എന്നാ മാത്തൂട്ടി എന്നെ പറ, എന്താ വേണ്ടെന്ന്? ഞാൻ പറയുവാന്നേ, ആ എഴുത്ത് വീണ്ടും എഴുതി അയക്കണം. അയച്ചേ പറ്റത്തുള്ളൂ. ഇത്രയും കാലവും അപ്പന്റെ വാക്കാ നമ്മൾ അനുസരിച്ച്. ഇനി ചാവും വരെ അതേ ഉള്ളൂ. പിന്നെ വരുന്നതൊക്കെയും വരുന്നിടത്ത് വെച്ച്. അപ്പൻ പറഞ്ഞോ ഈ കല്യാണം നടക്കല്ലെന്ന്? പറഞ്ഞ്. എന്നാ കെട്ടുമുടക്കേക്കണം.